Welcome to my channel. എൻ്റെ പേര് രശ്മി. ഞാൻ ഓണം പ്രമാണിച്ച് കുറച്ച് നല്ല റെസിപ്പികൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും കണ്ട് പ്രോത്സാഹിപ്പിക്കണം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഓണം സ്പെഷ്യൽ കടല പ്രഥമനാണ്. അതെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോയി കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ കടല പ്രഥമൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോയോളം കടലയാണ്. ഞാനിത് 2-3 പ്രാവശ്യം നല്ലതുപോലെ കഴുകി വെള്ളം തോർത്തി വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. 5 മിനിറ്റ് നമുക്കിത് വറുത്തെടുക്കണം. കടല പ്രഥമൻ തയ്യാറാക്കുമ്പോൾ കടല വറുത്തെടുക്കാൻ മറക്കരുത്. ഇല്ലെങ്കിൽ നമ്മൾ പ്രഥമൻ കഴിക്കുമ്പോൾ അതിനൊരു പച്ച ചവയുണ്ടാവും. അപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കടലയൊന്ന് വറുത്തെടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്കിത് വറുത്തെടുക്കണം. കടലയുടെ കളറൊക്കെ മാറി ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കടല നമുക്ക് വറുത്തെടുക്കാനായിട്ട്. കടല വറുത്ത് വരുമ്പോഴേക്ക് നമുക്ക് മറ്റൊരടുപ്പിലേക്ക് ഒരു 2 ഗ്ലാസോളം വെള്ളം വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനത് കുക്കറിലാണ് തിളപ്പിച്ചെടുക്കുന്നത്. നമ്മുടെ കടല നെയ്യിൽ കിടന്ന് വറുത്ത് വരുന്നതിൻ്റെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. കടലയുടെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മൾ തിളയ്ക്കാനായി വെച്ച വെള്ളത്തിലേക്ക് കടല ഇട്ട് കൊടുക്കാം. കുക്കറിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ നെയ്യിൽ വറുത്ത കടല ഇട്ട് കൊടുത്ത് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നമുക്കിനി കുക്കർ ക്ലോസ് ചെയ്ത് ഒരു വിസിൽ വന്നതിന് ശേഷം സിമ്മിലിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് കടലയൊന്ന് വേവിച്ചെടുക്കണം. കടല വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് പ്രഥമന് ആവശ്യമായ ശർക്കരപ്പാനി റെഡിയാക്കിയെടുക്കാം. 1/2 കിലോ കടലയ്ക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 750 ഗ്രാം ശർക്കരയാണ്. ഇത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്ത് ശർക്കരപ്പാനിയാക്കി എടുക്കാം. ഞാനൊരു 2 ഗ്ലാസോളം വെള്ളം എടുത്തിട്ടുണ്ട് ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കാനായി. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നമ്മളെടുത്ത ശർക്കരയെല്ലാം മെൽറ്റായി ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് അരിച്ചെടുക്കാം. നമ്മളിത് അരിച്ചെടുക്കുന്നത് ഇതിൽ വല്ല കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ്. നല്ലതുപോലെ ഒന്ന് അരിച്ചെടുത്ത് കൊണ്ടുവരാൻ. ഇനി നമുക്ക് പ്രഥമനിലേക്ക് ആവശ്യമായ ചൗവരി കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 ടേബിൾ സ്പൂണോളം ചൗവരിയാണ്. അത് ഞാൻ 1 ഗ്ലാസ് വെള്ളത്തിലാണ് വേവിച്ചെടുക്കുന്നത്. ചൗവരി ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ചൗവരി ഇടുന്നത് പായസത്തിന് കുറച്ചൊരു കഴിക്കുമ്പോൾ നമുക്കൊന്ന് അത് കടിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റിന് വേണ്ടിയാണ് നമ്മൾ ചൗവരി ഇടുന്നത്. നമുക്കിതൊന്ന് വെന്തതിന് ശേഷം ഇതൊന്ന് അരിച്ച് നമുക്ക് 2ാം പാല് ഒരു 1/2 ഗ്ലാസ് എടുത്ത് അതിലേക്ക് സോക്ക് ചെയ്തെടുക്കണം. അപ്പോഴാണ് നമ്മുടെ ചൗവരി നല്ല മുത്തുമണികൾ പോലെ നമ്മുടെ പായസത്തിൽ കിടക്കുകയുള്ളൂ. അതുപോലെ തന്നെ അങ്ങനെ ചെയ്താൽ നമ്മുടെ ചൗവരി ഒട്ടിപ്പിടിക്കത്തുമില്ല. നമ്മുടെ ചൗവരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ കോരി നോക്കുമ്പോൾ ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ട് നമുക്ക് കാണാം. അതാണ് ചൗവരിയുടെ വേവ് പരുവം. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് അരിച്ചെടുക്കാം. വേവിച്ചെടുത്ത ചൗവരിയിൽ ഞാനൊരു 1/4 ഗ്ലാസോളം 2ാം പാൽ ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചൗവരി ഒരിക്കലും ഒട്ടിപ്പിടിക്കില്ല. ഇനി നമുക്ക് ആവശ്യമായത് നാളികേരത്തിൻ്റെ പാലാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള 2 നാളികേരമാണ്. അതിൽ നിന്ന് ഞാൻ 2 ഗ്ലാസ് 1ാം പാലും
6 ഗ്ലാസ് രണ്ടാം പാലും എടുത്തിട്ടുണ്ട്. കടലപ്രഥമൻ തയ്യാറാക്കാൻ നമുക്ക് രണ്ടാം പാൽ കുറച്ച് കൂടുതൽ തന്നെ വേണം. അതുകൊണ്ടാണ് ഞാൻ 6 ഗ്ലാസോളം രണ്ടാം പാൽ എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ കടലപ്രഥമൻ ആവശ്യമായ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ റെഡിയാക്കി കഴിഞ്ഞ് ഇനി നമുക്ക് പ്രഥമൻ പ്രിപ്പയർ ചെയ്തെടുക്കാം. നമുക്ക് കടായിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല കൂടി ചേർത്ത് ഒരു 5 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കടലയും ശർക്കരയും നല്ലതുപോലെ മിക്സായി കടലയിലേക്ക് ശർക്കരയൊക്കെ പിടിച്ചതിന് ശേഷം മാത്രം ഒരു 5 മുതൽ 10 മിനിറ്റ് ഇതുപോലെ വേവിച്ചതിന് ശേഷം മാത്രം നമുക്കതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. രണ്ടാം പാൽ ഒഴിച്ച് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ചവ്വരി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 7-8 ഏലക്ക വറുത്ത് പൊടിച്ചത്, 1/4 ടേബിൾ സ്പൂൺ ജീരകം, നല്ല ജീരകത്തിൻ്റെ പൊടി, ഇത് ഞാൻ വറുത്ത് പൊടിച്ചെടുത്തതാണ്, ചുക്ക്, ഇതെല്ലാം ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ പായസം ഓൾമോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഒന്നാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ചേർത്താൽ പിന്നെ തിളയ്ക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. ചെറുതായി ഒന്ന് ചൂടായി വരുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിനി പായസത്തിലേക്ക് ഒരു 2 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചേർക്കേണ്ടതില്ല. നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇതിലേക്ക് 2 നുള്ള് ഉപ്പ് ചേർക്കുന്നത്. നമ്മുടെ കടലപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് കുറുകേണ്ടതില്ല. ഇത് പ്രഥമൻ ഇരുന്ന് തന്നെ ഒന്നുകൂടെ ഒന്ന് കുറുകും. പ്രഥമൻ തണുത്ത് കഴിയുമ്പോൾ ഒന്ന് കുറുകി കഴിഞ്ഞാൽ പേടിക്കേണ്ടതിൻ്റെ യാതൊരു ആവശ്യകതയും ഇല്ല. നമുക്ക് കുറച്ച് നാളികേരപ്പാൽ കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. പായസം റെഡിയാക്കുന്ന ടൈമിൽ പായസം ലൂസ് ആവുകയാണെങ്കിൽ കുറച്ചുകൂടി കടലപ്പരിപ്പ് നമുക്ക് ഫ്രൈ ചെയ്തതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കാഷ്യൂനട്ടും കിസ്മിസും നാളികേരക്കൊത്തും വറുത്തിടാം. 3 ടേബിൾ സ്പൂണോളം നെയ്യൊഴിച്ച് നമുക്ക് ആദ്യം നാളികേരക്കൊത്ത് ഒന്ന് വറുത്തെടുക്കാം. വറുത്തെടുത്ത മുന്തിരിങ്ങയും കാഷ്യൂനട്ടും നാളികേരക്കൊത്തുമെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പ്രഥമനിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്ത് 10 മിനിറ്റ് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ കടലപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ഓണത്തിന് തന്നെ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. കോവിഡിൻ്റെ കരുദിനങ്ങളൊക്കെ മാറി നമ്മുടെ ഓരോ ദിനങ്ങളും ഈ പായസം പോലെ മധുരമുള്ളതാവട്ടെ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും പ്രസ് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. ടേക്ക് കെയർ. ബൈ ബൈ.